അസ്സലാമു അലൈക്കും. ഈ ഒരു സംഭവം പറയുന്നതിന് മുമ്പേ തന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. ഈ ഒരു സംഭവം നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് നടന്ന സംഭവം എന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന ഈ ഒരു സംഭവം ഒരു കഥയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ദൃശ്യം കാണിക്കാം. ഒരു ഹിന്ദുവായ സഹോദരി ഖുർആൻ പാരായണം ചെയ്യുന്ന മനോഹരമായ ഒരു കാഴ്ച. ഈ വീഡിയോയിൽ കാണുന്ന ഈ സംഭവം ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഈ ഒരു സംഭവം പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. വളരെയധികം വിചിത്രവും അത്ഭുതകരവുമായ ഒരു സംഭവമാണിത്. ഒരു ഹിന്ദുവായ പെൺകുട്ടിയെക്കുറിച്ചാണ്. അവളുടെ ഭർത്താവ് തൻ്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് പിന്നീടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു സംഭവം നമ്മോട് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് പറയപ്പെടുന്നു. ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും കൂടുതലും പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അവിടെ മുസ്ലിം സഹോദരങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെയും പീഡനങ്ങളുടെയും വാർത്തകൾ നാം എല്ലാവരും നിരന്തരമായി കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ഉത്തർപ്രദേശിൽ അഥവാ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിരിക്കുന്ന അതേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവം എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇനി സംഭവം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാം. ഉത്തർപ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു ഹിന്ദു കുടുംബവും ഒരു മുസ്ലിം കുടുംബവും താമസിച്ചിരുന്നു. ഈ രണ്ട് കുടുംബക്കാരുടെയും വീടുകൾ തൊട്ടടുത്തായിരുന്നു. ഈ ഹിന്ദു കുടുംബത്തിലെ 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഹിന്ദു പെൺകുട്ടിക്ക് തൊട്ടടുത്ത വീട്ടിൽ ഒരു മുസ്ലിം കുട്ടി സുഹൃത്തായുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഈ കുട്ടി അവിടെ പതിവായി ചെല്ലാറുണ്ടായിരുന്നു. നമുക്കറിയാം, കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിഷ്കളങ്കമായ മനസ്സാണ്. അവരുടെ മനസ്സുകളിൽ മതവും ജാതിയുമോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഈ കുട്ടി അവിടെ പോയി സമയം ചെലവഴിക്കുമായിരുന്നു. ഈ കുട്ടി പോകുന്ന സമയത്ത് അവിടെ ആ മുസ്ലിം പെൺകുട്ടിയുടെ ഉമ്മ വീട്ടിലെപ്പോഴും തൻ്റെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കുട്ടികളിങ്ങനെ കളിച്ച ശേഷം അവരുടെ ഉമ്മ ആ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഈ ഹിന്ദു പെൺകുട്ടി അതങ്ങനെ നോക്കി നിൽക്കും. അത് കാണുമ്പോൾ കൊച്ചുകുട്ടിയാണല്ലോ, സ്വാഭാവികമെന്നോണം അവളും അവിടെ പോയി അത് ശാന്തമായിരുന്നിങ്ങനെ കാണും. അങ്ങനെ അത് കണ്ട് ഈ കുട്ടിക്കും ഖുർആൻ പഠിക്കാനുള്ള ആഗ്രഹമുണ്ടാവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹിന്ദുവായ പെൺകുട്ടി തൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞു, ആൻറ്റി, എനിക്കും ഖുർആൻ പഠിക്കണം. ഇത് കേട്ട ഉടനെ ആ ഉമ്മ ആ കുട്ടിയുടെ ആഗ്രഹമെന്നോണം തൻ്റെ മകളോടൊപ്പം ആ കുട്ടിയെയും ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ പതിയെ ആ ഹിന്ദു പെൺകുട്ടി ഖുർആൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചു തുടങ്ങി. പിന്നീട് തുടർന്ന് സ്ഥിരമായി ഖുർആൻ വായിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടി ഇവിടെ ഖുർആൻ പഠിക്കുന്ന കാര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കറിയില്ലായിരുന്നു. മാതാപിതാക്കൾ അറിയാതെ ആ കുട്ടി ഖുർആൻ മുഴുവനായും പഠിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടി വളർന്നു വലുതായി. ആ മാതാപിതാക്കൾ അവൾക്ക് കല്യാണം ആലോചിച്ചു. മുസ്ലിമുകളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരു യുവാവായിരുന്നു ആ പെൺകുട്ടിക്ക് വരനായി നോക്കിയിരുന്നത്. മുസ്ലിമുകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ കാരണം ആ യുവാവിന് മുസ്ലിമുകളെ കാണുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടി തൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയെ കാണാൻ പോയിരുന്നു. എന്നിട്ടവൾ ആ ഉമ്മയോട് പറഞ്ഞു, ഞാൻ മുഴുവൻ ഖുർആനും പഠിച്ചു. രഹസ്യമായി കലിമ ഉച്ചരിച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം വീട്ടുകാർക്കറിയില്ല. വീട്ടുകാരോട് ആ കാര്യം എനിക്കൊരിക്കലും പറയാനും സാധിക്കില്ല. ഇനി അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ വീട്ടിൽ നിന്നും പുറത്താക്കും. മാത്രമല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതാകട്ടെ മുസ്ലിമീങ്ങളെ കാണാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെയാണ്. സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച ആ ഉമ്മ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, നീ ഖുർആനിനെ സത്യമായി സ്നേഹിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിൽ വിശ്വാസം വെച്ചുകൊള്ളൂ. അവൻ നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്നുള്ള മനോഹരമായ മറുപടിയായിരുന്നു അവർ തിരിച്ചു നൽകിയത്. മാത്രമല്ല, വിവാഹ സമ്മാനമായിക്കൊണ്ട് ആ ഉമ്മ അവൾക്ക് ഒരു മനോഹരമായ ഒരു പൊതിഞ്ഞൊരു ഖുർആൻ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമേ തുറക്കാവൂ എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞു വെച്ചു. അങ്ങനെ ആ പെൺകുട്ടി വിവാഹിതയാവുകയാണ്. ആരും അറിയാതെ അവൾ തൻ്റെ വീട്ടിൽ ആ ഖുർആൻ ഒളിപ്പിച്ചു വെച്ചു. ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവൾ അതാരും അറിയാതെ രഹസ്യമായി അത് വായിക്കുമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കുറച്ചുകൂടി കടന്നുപോയി.
അവൾ ഗർഭിണിയായി മാറി. ആ സമയത്താണ് അവൾക്കൊരു ആശങ്ക ഉണ്ടാകുന്നത്. താൻ ഇസ്ലാം സ്വീകരിച്ച കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മതബോധം എങ്ങനെ നൽകുമെന്നുള്ള കാര്യത്തിലായിരുന്നു. അതിനായി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പെട്ടെന്ന് ഭർത്താവിന് ക്യാൻസർ രോഗം പിടിപെടുന്നത്. അയാൾക്കിനി ജീവിക്കാൻ 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്തു. അത് കേട്ട് കരഞ്ഞുകൊണ്ട് പ്രയാസത്തോടുകൂടി തൻ്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, നീ സത്യസന്ധതയുള്ളവളാണ്, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷെ വിധി നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേട്ട് ആ പെൺകുട്ടിയും കരയുകയാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങളുടെ അസുഖം മാറാനുള്ള പ്രതിവിധി എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു കാര്യം വാഗ്ദാനം ചെയ്യണം, എന്നോട് തിരിച്ച് ഒരു കാര്യവും ചോദിക്കരുത്. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആ പെൺകുട്ടി ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് തൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് ഊതിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഇത് കണ്ട ഉടനെ ആ മനുഷ്യൻ അത്ഭുതത്തോടുകൂടി, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ ചികിത്സിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു കാര്യം വാഗ്ദാനം ചെയ്തിരുന്നു, എന്നോട് തിരിച്ച് ഒരു കാര്യം ചോദിക്കരുത് എന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വീണ്ടും പരിശോധനയ്ക്കെത്തി. രോഗത്തിൻ്റെ ഒരു പാട് പോലുമില്ല. അയാൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ആ ഭർത്താവ് അത്ഭുതത്തോടുകൂടി തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ മുഴുവൻ കഥകളും തൻ്റെ ഭർത്താവിനോടായി പറഞ്ഞു. ബാല്യത്തിൽ ഖുർആൻ പഠിച്ചതും കലിമ ചൊല്ലിയതും ആ കാര്യം രഹസ്യമായി വെച്ചതടക്കമുള്ള തൻ്റെ ജീവിതത്തിലുണ്ടായ മുഴുവൻ കഥകളും തൻ്റെ ഭർത്താവിനോടായി ആ പെൺകുട്ടി പറയുകയാണ്. അതിനുശേഷം അവൾ ഒരു ആഗ്രഹം കൂടി പറഞ്ഞു വെച്ചു, നിങ്ങളും ഇപ്പോൾ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കണം. അത് കേട്ട ഭർത്താവും കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിനുശേഷം അവർക്കൊരു മകൻ പിറന്നു. ജന്മം മുതൽ മുസ്ലിമായ ഒരു കുട്ടി. പിന്നീട് ആ കുടുംബത്തിലെ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. കുടുംബത്തോടൊപ്പം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം സമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. പക്ഷെ ഭർത്താവ് പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, ഞാൻ നോക്കും ഇൻഷാ അല്ലാഹ്. പിന്നീട് ഈ സഹോദരൻ സൗദി അറേബ്യയിലെ ഒരു വലിയൊരു കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൃപയാൽ ആ ചെറുപ്പക്കാരന് അവിടെ ജോലി ലഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ മുഴുവൻ കുടുംബവും അവിടെ താമസം മാറുകയാണ്. അവർ അവിടെ ഇപ്പോൾ സ്ഥിരമായി ഖുർആൻ വായിക്കുകയും ദിവസേന 5 പ്രാവശ്യം നിസ്കാരം ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് ഈ സംഭവം പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഈ ഒരു സംഭവം നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത് നടന്ന സംഭവമാണ് എന്ന് തെളിയിക്കുന്ന യാതൊരുവിധ രേഖയും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇതൊരു കഥയായി മാത്രം കണ്ടാൽ മതി. ما أنزل الله إلا رسولا